ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പാടത്തെ കൊയ്ത്താണ്. ഇന്നലെ കൊയ്ത്താവുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ കൊയ്ത്ത് നടന്നില്ല. രാത്രി ഒരു 8 മണിയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത് കൊയ്ത്തുണ്ടാവുമ്പോൾ. അപ്പോൾ നമുക്ക് രാത്രി കൊയ്ത്ത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഷീറ്റിലൊക്കെ ഇട്ടിട്ട് വേണം ചാക്കിലാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ണ് കാണാതെ അതൊന്നും ശരിയാവില്ല. അപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ ഇന്ന് 11 മണിക്ക് കൊയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്ന് 11 മണിയായപ്പോൾ ഞങ്ങളുടെ കണ്ടത്തിൽ കൊയ്ത്ത് നടക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഷീറ്റിലിങ്ങനെ നെല്ലൊക്കെ ഇട്ട് ചാക്കിലാക്കണം കേട്ടോ. കാരണം ഷീറ്റിലൊക്കെ നെല്ലിട്ട് ചാക്കിലാക്കണം, അല്ലെങ്കിൽ കമ്പനിക്കാരെടുക്കില്ല കേട്ടോ. പണ്ടൊന്നും ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, നേരിട്ട് ചാക്കിൽ തന്നെ ആക്കലായിരുന്നു കേട്ടോ. ഇപ്പോൾ നെല്ല് ഇങ്ങനെ ഷീറ്റിലിട്ട് അത് പകർത്തിയിട്ട് വേണം ചാക്കിലാക്കിയിട്ട് വേണം നമ്മൾ കമ്പനിക്കാർക്ക് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര വെയിലാണ് കേട്ടോ. അത് കാരണം കൊണ്ട് അങ്ങനെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെക്കണേ കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കണ്ണിലേക്ക് അടിക്കുന്നതിനൊക്കെ നല്ലൊരു വിധം പരിധി വരെ നമുക്ക് തടയാമെന്ന് പറഞ്ഞു കേട്ടോ. അത് കാരണം കൊണ്ട് വീട്ടിലുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് പാടത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഈ ഞങ്ങളുടെ കണ്ടാണ് കേട്ടോ കാണുന്നതൊക്കെ. അപ്പോൾ ഈ കണ്ടത്തിൻ്റെ നെല്ലൊക്കെ ഇങ്ങനെ മടക്കി കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അരികത്തുള്ള നെല്ലൊക്കെ ഞങ്ങൾ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ, നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാടത്ത് കൊയ്ത്ത് ചെയ്യണ നേരത്ത് വരണത് കേട്ടോ. കാരണം അപ്പച്ചൻ ഒരു 80-82 വയസ്സായിട്ടാ. ആൾക്കിപ്പോൾ പണ്ടത്തെ പോലെ നല്ലോണം ചാടി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി കുറവായി. അപ്പോൾ ആൾക്ക് നല്ലോണം ഓർമ്മക്കുറവൊക്കെ വന്നു. അപ്പം ആളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടാണ്. അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒന്ന് സഹായിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും പാടത്തേക്ക് വന്നു കേട്ടോ. പാടത്ത് വന്ന് അത് ചാക്കൊക്കെ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, മഴ പെയ്താൽ നനയാണ്ടിരിക്കാൻ വേണ്ടി ടാർപ്പായ കൊണ്ടിട്ട് മൂടി കെട്ടി വെച്ചു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഞങ്ങൾ ഈ വൈക്കോൽ കൊണ്ടിടണം. എന്നിട്ടാണ് അങ്ങാനും മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വൈക്കോലുമിക്കാണല്ലോ വെള്ളം കയറുക. അപ്പോൾ ഞാൻ ഉച്ചതിരിഞ്ഞ് വന്നപ്പോൾ കുട്ടികളെയും കൊണ്ട് വന്നു കേട്ടോ പാടത്ത്. അവരും പാടും എല്ലാം കാണല്ലോ. അവർക്കും വലുതാവുമ്പോൾ ചെയ്യാനുള്ളതൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ അവരും ഇപ്പോഴേ തന്നെ അതിന് ചെറിയ രീതിയിൽ അവർക്ക് പ്രാക്ടീസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവരും ഇതൊക്കെ കണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ ചെറുപ്പത്തിലേ കുറേശ്ശെ ചെയ്ത് കഴിഞ്ഞാൽ വലുതാവുമ്പോൾ അവർക്ക് ആ ബുദ്ധിമുട്ടുകൾ കുറയുമല്ലോ. ഇത് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതാണെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാവുമല്ലോ ഈ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അവരെ പരിശീലിപ്പിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ 3 മക്കളും പാടത്ത് വന്ന് അവർ അപ്പച്ചനെ നന്നായി സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെയും വൈക്കോലൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞുമോള് വരെ ചേട്ടന്മാരും അപ്പച്ചനും ചെയ്യണ കണ്ടിട്ട് അവരെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് വൈക്കോലാണ്. ഭയങ്കര കുഞ്ഞിനൊക്കെ ഭയങ്കര ചൊറിച്ചിലൊക്കെ വരും. അപ്പോൾ എന്തായാലും അതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും അവളത് ചെയ്യണ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അത് കഴിഞ്ഞ് വൈക്കോലൊക്കെ ഇങ്ങനെ ടർപ്പായയുടെ മേലെ ഇങ്ങനെ നല്ല പോലെ ഇട്ടു കേട്ടോ, ഈ മഴ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളും ചെറിയവൻ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് കേട്ടോ. എനിക്ക് പേടിയുണ്ട് ഇവരെ മേലെങ്ങാനും ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ലല്ലോ ആ വൈക്കോലിൻ്റെ ആ സിറ്റുവേഷൻ, അവർക്ക് അറിയില്ല ആ ചൊറിച്ചിലൊന്നും. അതറിയാത്ത കാരണം കൊണ്ട് ഭയങ്കര സ്പീഡിലാണ് അവർക്ക് ചെയ്യണേ. എന്നാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് വെളിച്ചെണ്ണയൊക്കെ പറ്റി വന്ന വഴിക്ക് കുളിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഈ വൈക്കോലും കച്ചിയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പട്ടം പറപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അതിൽ ഇൻട്രസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പട്ടം പറപ്പിച്ചു. കൊച്ചുമോള് വരെ പട്ടം പറപ്പിച്ചു കേട്ടോ. അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റായി, നല്ല ദൂരത്തേക്ക് പട്ടം പറന്നു പോയിട്ടാണ്. അപ്പോൾ അതൊക്കെ അവൾക്കും നല്ല സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ. പിള്ളേർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി, ആ പാടത്ത് ഇങ്ങോട്ട് ഇറങ്ങിയ വഴിക്കുണ്ടല്ലോ അവിടെ നിറയെ പട്ടാളക്കാർ, ഒരു 4-5 പട്ടാളക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. AK-47 തോക്കൊക്കെ കൈപിടിച്ചിട്ട്. എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ തന്നെ പേടിച്ചിട്ട് എടുക്കണ്ടായിരുന്നു. അത് കണ്ടിട്ട് ക്ലിയർ അവരെന്തിനാ വന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പാടത്തെ സൂര്യാസ്തമയമൊക്കെ കണ്ടു കേട്ടോ.
നല്ല ഭംഗിയുണ്ടായിരുന്നു പാടത്തെ സൂര്യാസ്തമയമൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. അപ്പോൾ ബായ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബായ്, സീ യു.